എന്തെങ്കിലും തരണേ, വല്ലതും തരണേ. നിങ്ങളെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാണ് ഇവിടെ ഒക്കെ കറങ്ങുന്നത്? വണ്ടിക്കൂലിക്ക് കാശില്ല. പലരോടും ചോദിച്ചു, ചിലതൊക്കെ തന്നു. വണ്ടിക്കൂലിക്ക് ഇനി എന്തോടെ വേണം? 1.5 രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. വെച്ചോളൂ. കാക്കുടിക്കാനും കാശിതിലുണ്ട്. വെക്കോളൂ. താങ്ക്സ്. വേണ്ട. ഹലോ. ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തായിരുന്നു. ബ്ലഡ് കിട്ടാത്തോണ്ട് മാറ്റിവെച്ചു. എനിക്ക് നോപ്പിയായിരുന്നു. ബാലി ഒരു കാറ് വാങ്ങണം. എനിക്കിപ്പോഴത് ആലോചിക്കാൻ കൂടി വയ്യ ഡോക്ടർ. എന്താ എത്ര പ്രയാസം? ഒരു സഹോദരൻ മാത്രമല്ലേ ഉള്ളൂ. അയാൾക്ക് ഉദ്യോഗം ഉണ്ടല്ലോ. തിലകനെ കുറെ കൂടി നല്ലൊരു നിലയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ എന്റെ കടമകൾ മുഴുവനാകൂ. അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛനും അമ്മയും മരിച്ചത്. ഞങ്ങളുടെ ഗുരുനാഥൻ നമ്പ്യാരി സാറിന്റെ സഹായം കൊണ്ട് ഈ നിലയിലൊക്കെ ആയി. ആ, നാട്ടിൽ കുറെ വസ്തുക്കളൊക്കെ ഇല്ലേ? ഞങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി വീടൊഴിച്ച് മറ്റെല്ലാം വിറ്റു. അച്ഛനെയും അമ്മയും സംസ്കരിച്ച പറമ്പ് വിൽക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ അതും വിൽക്കുമായിരുന്നു. നാടിനെയും വീടിനെയും പറ്റിയുള്ള ഓർമ്മ തന്നെ ദുഃഖമാണ്. ആ, മോടെ ബർത്ത്ഡേ പാർട്ടി ഓർമ്മയുണ്ടല്ലോ? ബുൾബുളിന്റെ ജന്മദിനം ഞാൻ മറക്കൂ. പോട്ടെ. തിലകം വന്ന പണിക്കരമ്മാവ. എന്താ അത്ര താമസിച്ചത്? ഇന്ന് രോഗികൾ കൂടുതലായിരുന്നു. അങ്ങനെ ശരീരം നോക്കാനുള്ള ചികിത്സയൊന്നും വേണ്ട പറഞ്ഞിരിക്കുന്നു. പലഹാരങ്ങളൊന്നുമില്ലേ ചേച്ചി? ഈ ഇരിക്കുന്നവൻ എന്തുവാ? ഓ, ഒരു ദോശ. രാവിലെയും ദോശ, വൈകിട്ടും ദോശ. മടുത്തു. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാനേ പറ്റൂ. നല്ല തൃപ്തിയുണ്ട്, കഴിച്ചാൽ മതി. പണിക്കരമ്മാവ, അരിപ്പൊടി ഇരിപ്പുണ്ടല്ലോ, 2 ഓട്ടട ഉണ്ടാക്കി ഇവന് കൊടുക്ക്. എനിക്കും വേണം. സാധ്യമല്ല. അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അരിപ്പലഹാരം തിന്നണ്ട. ഓ, ഒരു കുറ്റം പറച്ചില്. എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളെ തറവാട്ടി വന്നവനാ. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത് വരെ എന്നെ ഒരു കാര്യത്തിലും കുറ്റം പറഞ്ഞിട്ടില്ല. പണിക്കരമ്മാവ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഞാനോ ചേച്ചിയോ പണിക്കരമ്മനെ കുറ്റം പറയൂ? ദോശയ്ക്കൊരു ഒഴിവ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മാവന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എന്തും എനിക്ക് അമൃത് പോലെയാ. ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തിന്നും. അയ്യോ, അത് വേണം, എനിക്ക് വേണം. കൊച്ചിന്റെ അകത്ത് വാശയും കുസൃതിയും ഇതുവരെ മാറിയിട്ടില്ല രണ്ടുപേർക്കും. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ ചുട്ടോണ്ട് വരാം. ഇന്ന് ദോശ മതി. എത്ര നേരം വേണമെന്ന് അത് ആലോചിക്കുന്നത്. എനിക്ക് നോക്കിട്ട്